അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും മൂടി വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതാണ് മലമ്പുഴ ഡാമിലെ വെള്ളത്തിൻ്റെ സ്ഥിതി. പിന്നെ ഇത് മാത്രമല്ല, ഡാമിലെ വെള്ളം മാത്രമല്ല, കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി 5 ഏക്കറയിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെ ഉണ്ട്. അപ്പം മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യമാണ്, മഴനിഴൽ പ്രദേശത്ത് എന്ത് മഴവെള്ള സംഭരണി? അവിടെ എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും? ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ടെ പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഒരാളും വാർത്ത കൊടുത്തുമില്ല, ചോദിച്ചതുമില്ല. എന്താണെന്നറിയാമോ, ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത്. അഹല്യ വടകരപ്പതി, എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ 2 പഞ്ചായത്തുണ്ട്. അവിടെ 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളുണ്ട്. 12 എണ്ണം. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 2 കോടി ലിറ്ററാണ്. 2 കോടി ലിറ്റർ. 5 ഏക്കർ മുതൽ 6.5 ഏക്കർ വരെ ഓരോന്നുമുണ്ട്. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ പുള്ളി പോലെയല്ല വടകരപ്പതി, ചിറ്റൂർ താലൂക്കിലാണത്. രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയും ഈ എലപ്പുള്ളിയിലും കൂടി 2 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. 24 കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട്. ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതല്ല അതൊക്കെ. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട്. ഇനി കിൻഫ്രയുടെ തന്നെ ഉണ്ട്. കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇതേ മേഖലയിലുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് അല്ല, വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം. കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ല, നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, നിങ്ങളൊന്ന് പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ? 2ഉം കാണാം. അതെ, 2ഉം കാണാം. വരാൻ തയ്യാറാവണം. ഈ വസ്തുതയായിട്ട് അംഗീകരിക്കാനൊരു ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം. അല്ല, ഞാൻ പറയാം, ചോദ്യം അവസാനമാവാം. എന്താ കാരണം എന്നറിയാമോ? അല്ല, ശരി, എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത്രേ ഉള്ളൂ. വേണ്ട, ധൈര്യം വേണ്ട. അത് പിൻവലിച്ചു. ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്, വരാമോ? വിനീതമായി ക്ഷണിക്കുകയാണ്, വരാമോ? അതിന് അല്ല, ശരി, ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ. ശരി, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു. എൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ? വരാൻ തയ്യാറാണോ? എന്നാ നമുക്ക് 17-ാം തീയതി പോകാം. അപ്പോൾ 17-ാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ എലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം. 17-ാം തീയതി, ഫെബ്രുവരി 17-ാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം. ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു, പിന്നെ തീർച്ചയായിട്ടും 2 പേരെയും ക്ഷണിക്കാം. ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം. ശരി, നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. അപ്പം അതാണ് വെള്ളത്തിൻ്റെ കാര്യം. പിന്നെ സ്പിരിറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്നതേ 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ്. ഇനി ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര, 2ാം സ്ഥാനത്ത് കർണാടക.
കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനോടൊന്നും പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല. അവരോട് ആരോടും ചോദ്യവുമില്ല. അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട്. ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി, കോൺഗ്രസ് MLC, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. സ്പിരിറ്റ് വരികയാണ്. 4200 കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത്. വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത്. GST 210 കോടിയുടെ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത്. ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് GSTയിൽ മാത്രം ഉണ്ടാകുന്ന നഷ്ടം 210 കോടിയാണ്. പിന്നെ തൊഴിലവസരങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ ലാഭം, ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുക. അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം ഈ 4200 കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന, അതിൻ്റെ GST കേരളത്തിന് ആർജിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയില്ലേ? ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത്? മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഉണ്ടോ ഇല്ലയോ? നടത്തിയിട്ടുണ്ടോ? നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത്? മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ്. കർണാടക, പിന്നെ കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര, രണ്ടാമത് വരുന്നത് കർണാടക. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് വാദം. പിന്നെ പഞ്ചായത്തിൻ്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു. രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. 1 വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്. ശരി, തൽക്കാലം ഇപ്പം ചുരുക്കാം. ഇനി ചോദ്യങ്ങളാവാം. അങ്ങനെ CPIയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടില്ലല്ലോ. അത് ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും. ഞാൻ ഇത്രയും വസ്തുതയൊന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ ഇത്രയും വിശദമായ ചർച്ചയും വന്നിട്ടില്ല. ഇത് വിശദീകരിച്ചാൽ സാധാരണഗതിയിൽ ആർക്കും ബോധ്യം വരാതിരിക്കില്ല. എല്ലാവർക്കും ബോധ്യം വരും. പ്രതിപക്ഷ നേതാവിനും മുൻ നേതാവിനും മാത്രമേ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവൂ. സാധാരണ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളാണ് വെള്ളത്തിൻ്റെ കാര്യത്തിലൂടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല ഇന്നത്തെ ജനയുഗം ലേഖനം. അതിലങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കുകൾ ഏതെങ്കിലും തെറ്റാണ് എങ്കിൽ, അതെ, കൃഷിക്ക് വെള്ളം എത്തണം എന്നല്ലേ ആവശ്യം. അതിനുള്ള വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്.